ഇതിൽ ക്ഷേത്രത്തിന്റെ രൂപഘടന ആലേഖനം ചെയ്തിട്ടുണ്ട്. കൊണ്ടുപോയിക്കൊള്ളൂ. ഇതിലുള്ളത് നീ ആവിഷ്കരിക്കുക. ഇതിലില്ലാത്ത കാര്യങ്ങൾ ഉചിതമായ സമയത്ത് നിന്റെ മനോമുകുരത്തിൽ തെളിഞ്ഞുകൊള്ളും. മഹാപ്രളയം വരെയും ഭക്തരക്ഷയ്ക്കുതകുന്ന മട്ടിൽ ഭഗവാന്റെ ദേവാലയം പണിയുക. ഭഗവാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിയാൻ എന്നെ നിയോഗിച്ചു. നല്ല കാര്യായി. ഒന്ന് തൊഴാൻ ചെന്നിട്ട് അവരകത്തേക്ക് കടത്തിവിട്ടില്ല. അങ്ങനെയുള്ള അവര് ഇനി അമ്പലം പുതുക്കി പണിയാൻ ഇദ്ദേഹത്തെ വിളിക്കണോ? ദേവശില്പി എനിക്ക് ക്ഷേത്ര നിർമ്മാണത്തിനുള്ള രൂപരേഖയും തന്നു. എന്നിട്ടതെവിടെ? മടങ്ങി വരുന്ന വഴിക്ക് അത് കൈവിട്ടുപോയി. അത് പിടിക്കാൻ വേണ്ടി ചാടി എഴുന്നേറ്റതാ ഞാൻ. ഇദ്ദേഹം ഇതുമൊക്കെ പറഞ്ഞോണ്ടങ്ങ് കൊട്ടാരത്തിലേക്ക് ചെല്ല്. അവരോടിച്ചിട്ട് പിടിച്ച് കരമന ആറ്റിൽ കെട്ടിത്താഴ്ത്തും. കൂടപ്പിറപ്പുകളായ പെണ്ണുങ്ങളെ നിയന്ത്രിക്കേണ്ടതും നിലയ്ക്ക് നിർത്തേണ്ടതും അണ്ണന്മാരുടെ കർത്തവ്യമാണ് മാർത്താണ്ഡ. പപ്പു എന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. കന്നിപ്പെണ്ണിന്റെ അറയിൽ ഒരു അന്യപുരുഷൻ കടന്നിരിക്കുന്നത് ഉചിതമാണോ? ഒരണ്ണനും അത് അനുവദിക്കാൻ കഴിയില്ല മാർത്താണ്ഡ. പപ്പു, നാം എങ്ങനെ തങ്കയ്ക്ക് അന്യനായി? തങ്ക കന്നിപ്പെണ്ണാണെന്ന് ഏത് അറിവിന്റെ വെളിച്ചത്തിലാ നീ പുറമ്പുന്നത്?